പോലീസ് ക്വാർട്ടേഴ്സിലെ പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന സിബിഐയുടെ റിപ്പോർട്ട്. പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല. മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാനുള്ള തെളിവുകളുമില്ല എന്നാണ് വ്യക്തമാകുന്നത്. അനന്തഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, കുറേ നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവമാണ്, ഞെട്ടിപ്പിച്ചൊരു വാർത്തയായിരുന്നു. ഇപ്പോൾ എന്താണ് സിബിഐ അന്വേഷണത്തിൽ കണ്ടെത്തൽ? ദിവിഷ, തിരുവനന്തപുരം നഗരത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു കേസാണ് തിരുവനന്തപുരം പോലീസ് ക്വാർട്ടേഴ്സിൽ ഒരു 13 വയസ്സുകാരി മരിച്ച സംഭവം. ഈ മരണവുമായി ബന്ധപ്പെട്ട് CBI കഴിഞ്ഞ ഒരു വർഷമായി അന്വേഷണം നടത്തുകയായിരുന്നു. ഈ അന്വേഷണത്തിലാണ് ആ പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നില്ലെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. CBI ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു കൂടിയാണ് ഈ അന്വേഷണം പൂർത്തിയാക്കിയത്. അതിന്റെ ഭാഗമായി മെഡിക്കൽ ബോർഡ് നൽകിയ റിപ്പോർട്ട് ഈ പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരും, അത് പക്ഷേ പീഡനത്തിന് ഇരയായതുകൊണ്ട് മാത്രമല്ല എന്ന് ആ മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് കുട്ടിക്കാലത്ത് തലയ്ക്കൊരു പരിക്കേറ്റിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്റേണൽ ബ്ലീഡിങ്ങും ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പിന്നീട് ഈ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകാം എന്നൊക്കെയുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ CBI തിരുവനന്തപുരം പോക്സോ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത്. 2023 മാർച്ച് 29-നാണ് പെൺകുട്ടിയെ പോലീസ് ക്വാർട്ടേഴ്സിലെ കുളിമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഏപ്രിൽ 1-ന് മരണം സംഭവിച്ചു. ആ മരണത്തിന് കാരണമായത് മസ്തിഷ്ക രക്തസ്രാവമാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പോലീസ് സർജനാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോക്സോ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അന്വേഷണം നടത്തിയത്. പക്ഷേ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറി കേസ്. 9 മാസം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടും തെളിവ് കണ്ടെത്തിയില്ല. തുടർന്ന് കുട്ടിയുടെ അമ്മ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ച് അന്വേഷണം വൈകും തോറും തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്നുള്ള ആശങ്ക കൂടി അറിയിച്ചതോടെ ഹൈക്കോടതിയാണ് CBIക്ക് ഈ കേസ് കൈമാറിയത്. CBI അന്വേഷണം നടത്തിയപ്പോൾ 210 സാക്ഷികളെയാണ് ഈ കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്തത്. അതിനൊപ്പം തന്നെ സംശയം തോന്നിയ 9 പേരെ നുണപരിശോധനയ്ക്ക് CBI വിധേയമാക്കുകയും ചെയ്തു. ഇത്രയെല്ലാം അന്വേഷണം നടത്തിയ ശേഷമാണ് CBI ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, കൊലപാതകത്തിനുള്ള തെളിവുകളും ആ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ലൈംഗിക പീഡനത്തിന്റെ തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പോക്സോ കോടതിയിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ദിവിഷ.